വടകര മുനിസിപ്പാലിറ്റി 16-17 വാർഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി കെട്ടിനിന്ന ചളികോരി വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കീത്താടി മുതൽ കരിങ്കൽ പാലം വരെ കനാലിൽ കെട്ടിനിന്ന ചളി കോരിയാണ് വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള പ്രവർത്തനം നടത്തിയത്. വടകര മുനിസിപ്പൽ ചെയർമാൻ പി.കെ. ശശിയുടെ വാർഡായ 16-ാം വാർഡ് കല്ലുനിരയും 17-ാം വാർഡ് കുറുമ്പയിലിൽ മെമ്പർ ശരണ്യയുടെ നേതൃത്വത്തിലുമാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രദേശത്തെ 50ഓളം വരുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കനാൽ സംരക്ഷണ കമ്മിറ്റി രൂപീകരിച്ചു. പി.കെ. ശശി ചെയർമാനും ശരണ്യ വാഴയിൽ കൺവീനറും ആർ.പി. ശശി ട്രഷറായും കമ്മിറ്റിക്ക് രൂപം നൽകി പ്രവർത്തനം തുടങ്ങി വരുന്നു. ഇപ്പം കീഴ്ത്താടി തൊട്ടിട്ട് കരിങ്കൽ പാലം വരെ തുടങ്ങി ഏകദേശം ഒരു 2-2.25 കിലോമീറ്റർ അടുത്ത്. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം ഒരു കിലോമീറ്റർ ജാസ്തി മണ്ണെടുത്തതാണ്. 5 ദിവസം ഇന്നേക്ക് 5 ദിവസമായി. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് തുടങ്ങിയ പ്രവൃത്തിയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ഉണ്ടേറ്റ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെള്ളം വറ്റിച്ച് വലിയ മോട്ടർ കൊണ്ടുവന്ന് വെള്ളം വറ്റിച്ച്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് വലിയ ഇറ്റാച്ചി കഴിഞ്ഞ ദിവസം പണി വർക്കെടുത്ത്. ഇന്നിപ്പം ഒരു ഇറ്റാച്ചിയും ഒരു JCB കൊണ്ട് മണ്ണെടുത്ത് പോർത്തുണ്ട്. പിന്നെ അത് എടുക്കുന്ന മണ്ണ് അതായത് പ്രദേശത്തിലെ ആളുകളെ പറമ്പിലേക്ക് ഞങ്ങൾ തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ പ്രദേശത്തിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റ് വാർഡിലുള്ള ആളുകളായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇവിടുത്തെ വരാൻ എന്താണെന്ന് വെച്ചാൽ ഈ കുറച്ച് 1 കിലോമീറ്റർ വരെ മണ്ണെടുക്കാനും ബാക്കി വരുന്ന സ്ഥലത്ത് ചെറിയ ഇറ്റാച്ചി കൊണ്ട് അവിടെ ഇറക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ണ് വലിച്ച് കരക്ക് കയറ്റാനും ബാക്കി വരുന്ന അങ്ങോട്ട് ആ കരിങ്കൽ പാലത്തിൻ്റെ സൈഡ് ഇറ്റാച്ചി പോവില്ല. അവിടെ 2 പണിക്കാരായിട്ടും വെച്ചിട്ട് പണിയെടുക്കാമെന്നാണ് ഇപ്പം ഞങ്ങൾ ഏറ്റത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രദേശത്ത് 16-17 വാർഡുകളിൽ ഈ വെള്ളം കയറിയ സമയത്ത് ഈ പ്രദേശത്തുള്ള വീടുകളിൽ പലരും മാറി താമസിച്ച് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് മണ്ണോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കോരി അപ്പുറത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിന് പോകാനുള്ള സുഖമായ ആ രീതി ഉണ്ടെങ്കിൽ തന്നെ പ്രദേശത്ത് വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഈ പ്രാവശ്യം നമുക്ക് ഉണ്ടാവില്ല. കാരണം ഈ ഒരു വെള്ളത്തിൻ്റെ ഈ ഒഴുക്ക് കൃത്യമായി നടത്തി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒഴിവാക്കി ഈ പ്രദേശത്തെ ആളുകൾക്ക് വെള്ളം കയറാണ്ടിരിക്കുന്നൊരു ഈ പ്രയാസം ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങോട്ട് ഈ കനാൽ നീളത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വാർഡുകളെ സംയുക്തമായിട്ട് ചേർന്നുകൊണ്ട് അതിൻ്റെ ബാക്കി പ്രവർത്തിയും കൂടി നടത്തിയാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ ശ്രമത്തിലെത്തും. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കൂടിയും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം നമ്മൾ ഈ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനകളും ഈ പ്രദേശത്തുള്ള വീട്ടുകാർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത്രത്തോളം ഈ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ശരിക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇത് NC കനാലാണ്, നടക്കുക ചോറോട് കനാലിൻ്റെ ഈ കീത്താടി ഭാഗമാണ്. ഇത് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ചിരുന്നു. ഇത് സ്വാഭാവികമായിട്ടും അവർ വാർഷികമായിട്ട് അല്ലെങ്കിൽ 1-2 വർഷം കൂടുമ്പോൾ ഇത് ക്ലിയർ ചെയ്ത് ഈ വേസ്റ്റൊക്കെ നീക്കി വെള്ളത്തിൻ്റെ ഒഴുക്കിനെ സുഗമമാക്കി ചെയ്യേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. ഞങ്ങൾ സമീപിച്ചപ്പോൾ അവരുടെ ഫണ്ടില്ലെന്നാണ്. പക്ഷേ ഞങ്ങൾ അറിഞ്ഞത് ഇഷ്ടംമാതിരി ഫണ്ട് ചെലവഴിക്കാതെ കിടക്കുകയാണ് അവരടുത്ത്. പക്ഷേ അവർ നിഷേധാത്മകമായ നിലപാട് പോലെയാണ് ഞങ്ങളോട് സമീപിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ആളുകൾക്ക് ജീവിക്കാനുള്ള പ്രയാസമുള്ളത് കൊണ്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രദേശവാസികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. രഷിൻ രാജ് പറമ്പത്ത്, കെ പ്രകാശൻ, CTK അബ്ദുറഹ്മാൻ, വിനോദൻ മാസ്റ്റർ, ഗംഗാധരൻ, രവി ഹർഷം, ദിവാകരൻ MT എന്നിവർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി വരുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.